സുഹൃത്തുക്കളെ, ഇപ്പൊ ബറാഅത്ത് രാവ് വരികയാണ്. ദോഷം പൊറുക്കാൻ നിമിത്തമാണ് ആ രാവ്. അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന് വലിയ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞത്, അന്നത്തെ ദിവസത്തിൽ ദുആ ഇജാബത്ത് ഉണ്ടെന്ന് പറഞ്ഞത്. ശഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ടോ എന്നതിൽ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ മാസവും 15 നോമ്പ് സുന്നത്തുണ്ട്, 14-നുമുണ്ട്, 13-നുമുണ്ട്. പിന്നെ ശഅബാൻ 15 പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ? സുന്നത്താണെന്ന കാര്യം ഉറപ്പല്ലേ? ഇതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, അതിന്റെ പുറമെ മാസത്തിന്റെ 1, 2, 3 ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 27 നോമ്പെടുക്കണോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ഇനി അന്നത്തെ ദിവസത്തെ നോമ്പിന് സാധാരണ എല്ലാ മാസവുമുള്ള നോമ്പിന്റെ മഹത്വത്തിന്റെ പുറമെ കൂടുതൽ മഹത്വമുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടാകാം. അത് നോമ്പെടുക്കുന്ന നമുക്ക് നോക്കേണ്ടതില്ല, അന്ന് സുന്നത്താണെന്നതിൽ ആർക്കും ഇവിടെ തർക്കമില്ലല്ലോ. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടത് തന്നെ. ആ ബറാഅത്ത് രാവ് വലിയ ബഹുമാനമുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ കണ്ണും ചിമ്മി അങ്ങ് പറഞ്ഞതല്ല, തെളിവുകൾ കിട്ടിയിട്ടാണ് പറഞ്ഞത്. ആ ദിവസം ആ രാത്രി വലിയ ബഹുമാനമുള്ളതാണ്. ഈ ശഅബാൻ മാസവും വല്ലാത്ത ബഹുമാനമുള്ള മാസമാണ്, അല്ലയോ സുഹൃത്തുക്കളെ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ലോകത്ത് തുല്യതയില്ലാത്ത കർമ്മമായ സലാത്ത്, ആ സലാത്ത് ചൊല്ലാനുള്ള നിർബന്ധമായ നിർദ്ദേശം. നിസ്കാരത്തിൽ നമ്മൾ സലാത്ത് ചൊല്ലുന്നത് നിർബന്ധമല്ലേ? ഖുതുബയിൽ നിർബന്ധമല്ലേ? മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമല്ലേ? സലാത്ത് നിർബന്ധമാണെന്ന് ആർക്കും തർക്കമില്ലല്ലോ. കാരണം പരിശുദ്ധ ഖുർആൻ സല്ലു സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞതല്ലേ? അതുപോലെ സല്ലിമു സലാം ചൊല്ലണമെന്ന് കൽപ്പിച്ചതല്ലേ? അതുകൊണ്ട് നബി തങ്ങൾക്ക് സലാം ചൊല്ലൽ നിർബന്ധമാണെന്നതിലും ആർക്കും തർക്കമില്ലല്ലോ. നിസ്കാരത്തിൽ നമ്മളൊക്കെ ഈ നബി തങ്ങളെ വിളിച്ച അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയാറില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാറില്ലേ? നിർബന്ധമായ കർമ്മമാണല്ലോ സലാത്തും സലാമും. അതിന്റെ പുറമെ ഏത് നിർബന്ധമായ കർമ്മവും സുന്നത്തായി ധാരാളം ചെയ്യുന്ന പതിവില്ലേ? സലാത്തും ധാരാളം ചൊല്ലുന്നത് പുണ്യം തന്നെയാണല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം നൽകിയ മാസമാണ് ശഅബാൻ, ആ മഹത്തായ മാസം. അതുപോലെ വേറെയും ഒരുപാട് സംഗതികളുണ്ട്. ഈ ഭൂമി ലോകത്ത് ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമുണ്ട്. അത് കുറ്റ്യാടി സിറാജുൽ ഹുദയല്ല, നമ്മുടെ ഇസ്സത്തല്ല. പിന്നെ എവിടെ നമ്മൾ ഇബാദത്തിന് വേണ്ടി കേന്ദ്രമുണ്ടാക്കിയാലും ഒരു കേന്ദ്രവും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാം തിരിയുന്ന ഒരു കേന്ദ്രം, അതാണ് കഅബത്തുൽ മുശറഫ. അൽ കഅബത്തുൽ മുശറഫ, മഹത്തായ കഅബ. ആ കഅബ ശരീഫ്, അത് സുഹൃത്തുക്കളെ, ഖർനൻ ബഅദ ഖർനിൻ ഉമ്മതൻ ബഅദ ഉമ്മത്തിൻ നബിയ്യുൻ ബഅദ നബിയ്യിൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ ഇറങ്ങി തവാഫ് ചെയ്ത കഅബ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി 70 പ്രാവശ്യം പോയി ഹജ്ജ് ചെയ്ത കഅബ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ വലിയ തൂഫാന് വന്നപ്പോൾ കപ്പലുമായി നൂഹ് നബി അലൈഹി സ്വലാം വന്ന് കപ്പല് തന്നെ തവാഫ് ചെയ്ത കഅബ. ആ മഹത്തായ കഅബ സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ അതിന്റെ സമീപത്തുണ്ട്. നൂഹ് നബിയെ മറവിയപ്പെട്ടതിന് ശേഷം മാത്രമല്ല കഅബയുടെ ബഹുമാനം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ആ കഅബയുടെ ഒരു ഭാഗമായ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലുണ്ട്. മാതാവ് ഹാജർ ബീവിയുടെ ഖബറുണ്ട്. അതുപോലെ വേറെയും പല അമ്പിയാക്കളെയും ഖബറുകളുണ്ട്. പക്ഷേ അവരെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം ബഹുമാനം വന്ന വീടല്ല കഅബ. ആ കഅബ ആദം നബി അലൈഹി സ്വലാം വരുന്നതിന്റെയും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്ത ഭവനമാണ് കഅബ. ആ കഅബയുടെ നേരെ ചുവടെ ഓരോ ഭൂമിയിലും ഓരോ പള്ളിയുണ്ട്. അതിന്റെ നേരെ മേലെ ആകാശത്തിൽ ഓരോ ആകാശത്തിലും ഓരോ പള്ളിയുണ്ട്. ആ മഹത്തായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിൽ
കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഓർഡർ വന്നപ്പോൾ ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാൻ മനസ്സിൽ ആഗ്രഹം വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഓർഡറുമായി വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് രാജാവായ റബ്ബിന്റെ പതിവ്. കാരണം അത് ഹബീബാണല്ലോ. പ്രിയപ്പെട്ട ഹബീബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് രാജാവായ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുള്ളത്. അതങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അത് സുഹൃത്തുക്കളെ ഖിയാമത്ത് നാളിലും റബ്ബ് പറഞ്ഞില്ലേ, വലസൗഫ യുതീക റബ്ബുക ഫതർളാ. ഓ നബിയേ, തങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തി ആവശ്യമുള്ളതൊക്കെ അപ്പോൾ തന്നുകൊണ്ട് സംരക്ഷിച്ചു വന്ന അങ്ങയുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അങ്ങ് തരും. തന്നു കഴിഞ്ഞാൽ ഇന്നത് തരുമെന്ന് പറഞ്ഞില്ല, തരും. തന്നു കഴിഞ്ഞാൽ ഫതറുല്ലാ, തങ്ങളങ്ങ് തൃപ്തിപ്പെടും നബിയേ. തങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. ആ സന്തോഷ വാർത്ത അറിയിച്ച റബ്ബ് നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇതല്ല അർവാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും എന്നെ ഉൾക്കൊള്ളുകയും എന്നെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോറ്റ വ്യക്തി നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല. ഓ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് റബ്ബിന്റെ പ്രവർത്തനങ്ങൾ. അത് റബ്ബിന്റെ തീരുമാനമാണ്. അത് ആർക്കും ഇവിടെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അവനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഏത് പുത്തൻവാദി വന്നാലും ഒരാൾക്കും റബ്ബിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് നമ്മളും തൃപ്തിപ്പെടുത്തേണ്ടത്. നബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച കാഫറാകുന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. അവൻ അതുകൊണ്ട് എന്താ ആയത് എന്ന് എനിക്കറിയില്ല. ഓ സുഹൃത്തുക്കളെ, അതേസമയം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതോ, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. അല്ലാഹുവിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാണെന്ന് പറഞ്ഞ ഉമർ മൗലവി അവൻ അതോടുകൂടെ എന്താണ് ആയതെന്നും അവന്റെ അനുയായികൾ എന്താണ് ആകുന്നതെന്നും എന്നോട് ചോദിക്കണ്ട. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു ആ നബിയെ തൃപ്തിപ്പെടുത്തുന്നു. ആ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് അതേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. ഓ നബിയെ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുന്നു. തങ്ങൾ കഅബയുടെ ഭാഗത്തേക്ക് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ. ഓർഡറാ. സുബ്ഹാനല്ലാഹ്, ഈ ഓർഡർ കിട്ടിയ മാസമാണ് ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആദരവ് നൽകിയ മാസമാണ് ശഅബാൻ. ഈ മാസത്തിൽ വലിയ മഹത്വമേറിയ റമളാനിനെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം. അല്ലാഹു തആല ശഅബാനിലും റജബിലും ഒക്കെ ബർക്കത്ത് നൽകി അതാ റമളാനിനെ സ്വീകരിക്കാനും റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പലതവണ ജീവിതത്തിൽ റജബിനെയും ശഅബാനിനെയും റമളാനിനെയും റബീഉൽ അവ്വലിനെയും മുഹറമിനെയും ദുൽഹജ്ജിനെയും ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.